നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വ്യത്യസ്തമായ ഒരു എപ്പിസോഡാണ് അവതരിപ്പിക്കുന്നത്. കുട്ടിച്ചാത്തൻ പലരുടെയും ചോദ്യമാണ്. ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയവും കൂടിയാണ്. കാരണം കുട്ടിച്ചാത്തൻ ആരാധിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പലരും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. എന്നോടല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേരെടുത്ത് വരുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ്, കുട്ടിച്ചാത്തനെ ആരാധിക്കാമോ? ആരാധിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും നമുക്ക് ദോഷങ്ങളുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ ഓൺലൈൻ വഴി അറിയണമെങ്കിലോ നേരിട്ട് വരണമെങ്കിലോ ഇപ്പോൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. ആ നമ്പർ വിളിച്ചോളൂ. എൻ്റെ ഓഫീസിലെ നമ്പറാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ, ഏത് ദൈവത്തിനായാലും, ദൈവം എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. അതിനെ നമ്മൾ കളിയാക്കാതിരിക്കുക. ഓരോ ദേവതമാർക്കും ഓരോ ആചാര രീതികളുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ ആചരിക്കാൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനം, നമ്മൾ വീട്ടിലാണ് ഇതിനെ വെച്ച് ആരാധിക്കുന്നതെങ്കിൽ അതിനും ഒരു ചിട്ടയുണ്ട്. ആ ചിട്ട അനുസരിച്ച് മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുവാൻ പാടുള്ളൂ. ആദ്യം ഞാൻ എപ്പോഴും പോസിറ്റീവിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നന്മകളെക്കുറിച്ച് മാത്രമേ ഞാൻ അധികമായും ചിന്തിക്കാറുള്ളൂ. പക്ഷെ തിന്മകളെക്കുറിച്ചും ചിന്തിക്കാറുണ്ട്. കാര്യം രണ്ടും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ആദ്യം നന്മകളെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടിച്ചാത്തൻ വഴി വന്നിട്ടുള്ള നന്മകൾ അതെന്താണ് ഞാൻ പറയാം. അത് എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബാല്യം മുതൽ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ ഒരു പ്രായം വരെ എത്തുന്നവരേക്ക് ഞാൻ ഒരുപാട് തൊഴിലുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴുമൊക്കെ ഞാൻ ഈ ക്ഷേത്രം ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. അങ്ങനെ പോകുന്ന വഴിക്കാണ് എനിക്ക് തിരുവനന്തപുരത്ത് കോവളം ഭാഗത്ത് ഒരു ക്ഷേത്രം, ഇപ്പോഴല്ല വർഷങ്ങളായി, ഒരു കോവളം ക്ഷേത്രത്തിൽ എനിക്ക് തന്ത്രസ്ഥാനം കിട്ടുന്നത്. ആ ക്ഷേത്രത്തിൽ ഉപദേവനായിട്ട് കുട്ടിച്ചാത്തനുമുണ്ട്. പക്ഷെ അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റിയത്, കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ്. യഥാർത്ഥത്തിൽ അത് കുഷി ശാസ്താവ് എന്നാണ്. അതിന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏകദേശം 13 വർഷത്തോളം ആ ക്ഷേത്രത്തിൽ ഞാൻ ആ ദേവനെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 13 വർഷം ഞാൻ അദ്ദേഹത്തിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ. പക്ഷേ എനിക്കൊരുപാട് ക്ഷേത്രങ്ങളും തന്ത്രസ്ഥാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം, വരുമാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാനമുണ്ട്. വരുമാനത്തിനേക്കാളേറെ പേരും ബഹുമാനം കിട്ടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് മറ്റു തൊഴിലുകളും അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഏകദേശം ഞാൻ ആ ക്ഷേത്രത്തിൽ ഒരു 10-13 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ, എനിക്ക് ജീവിതത്തിൽ അന്ന് എനിക്ക് ഒരു ബൈക്കാണുള്ളത്. ഒരു ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്കാണ് എനിക്കുള്ളത്. കിലോമീറ്ററോളം ഞാൻ എല്ലാ ക്ഷേത്രങ്ങളും ഇതിലാണ് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്ക് ഒന്നുകൂടി നന്നാകണം എന്നുള്ളൊരാഗ്രഹം, കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ വരുമാനം, അത്യാഗ്രഹമാണെങ്കിൽ ക്ഷമിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ മുന്നോട്ട് പോയി. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ ആറ്റിങ്ങലുള്ള ശർക്കര ദേവീക്ഷേത്രവും ഈ കുട്ടിച്ചാത്തനുമൊക്കെ എനിക്ക് ഒരേ സമയത്തിനാണ് ഞാൻ ആരാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു സമയത്തിൽ നടക്കുന്ന സംഭവമാണ്. അങ്ങനെ ഞാൻ ഭഗവാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ എന്നൊക്കെ, ജീവിതത്തിൽ നന്നായി മുന്നോട്ട് പോകാനുള്ള വഴികൾ. അങ്ങനെ പ്രാർത്ഥിച്ചു. ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിക്കുകയാണ്. അയാളിങ്ങനെ തൃശ്ശൂരുള്ള ഒരു കാനാടിക്കാവ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. ഞാൻ ഫ്രീ ആണ്, എന്നോടൊപ്പം എന്നെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. എനിക്ക് വലിയ സന്തോഷമായി. കാര്യം ഞാൻ 10-13 വർഷം കൊണ്ട് ആരാധിക്കുന്ന ഒരു ദേവൻ, ആ ദേവനെ ഞാൻ വീട്ടിലൊന്നും വെച്ച് ആരാധിച്ചിട്ടില്ല അതുവരെ. ക്ഷേത്രത്തിൽ ഉള്ള ആ പ്രതിഷ്ഠ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദേവനെ, അതിനൊരു മൂലസ്ഥാനം എനിക്കൊന്ന് കാണാൻ പറ്റുന്നത്, അപ്പോൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ അവിടെ 2 സ്ഥാനങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. ഒന്ന് കാനാടിക്കാവും, പിന്നെ ഒന്ന് പെരിങ്ങോട്ട് പന. 2 പനയും പറയുന്നു. രണ്ടും തുല്യ പ്രാധാന്യം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പോയ സ്ഥലത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പെരിങ്ങോട്ട് മനയെക്കുറിച്ചൊക്കെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള അത്ഭുതങ്ങൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാനാടിക്കാവിലാണ് ഞാൻ പോയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാറിൽ എന്നെയും കയറ്റി കൊണ്ടുപോകുകയാണ്. ഒരു ശനിയാഴ്ച ദിവസമാണ്. ഞങ്ങൾ നേരെ അവിടെ എത്തി. സന്ധ്യയ്ക്ക് അവിടെ ഭജനയും കാര്യങ്ങളും, ഒരുപാട് ആചാര രീതികളും, അതിനപ്പുറം ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എനിക്ക് അതിന് അത്ഭുതമായിപ്പോയി. ഇത്രയും ആൾക്കാരൊക്കെ ഈ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ടോ? കുട്ടിച്ചാത്തനെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഭയപ്പാടാണല്ലോ എന്നുള്ളൊരു ധാരണ വെച്ചിട്ടാണ് ഞാൻ പോയത്. പക്ഷെ ഒരുപാട് പേര് വരുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ഈ വിഷ്ണുമായ
ഈ പോത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരു വിഷ്ണുവായിട്ട് ഒരു ചെറിയൊരു ലോക്കറ്റ് ഉണ്ട്. ആ ലോക്കറ്റ് വാങ്ങിച്ചു, അവിടുത്തെ മൂത്ത സ്വാമിയുടെ കൊടുത്തു. സ്വാമി പൂജിച്ച് എനിക്ക് തന്നു. അത് ഞാൻ അപ്പോഴും എൻ്റെ കഴുത്തിലൊരു ചുവന്ന മാല ഉണ്ടായിരുന്നു. ആ മാലയിൽ ഞാനത് കൊരുത്തിടുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ പിറ്റേന്ന് എനിക്കെന്തോ പൂജ കാര്യങ്ങളോ ഞായറാഴ്ച ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 3:30-4 മണിയായി വെളുപ്പം കാലത്ത്. അപ്പം അന്ന് രാവിലെ തന്നെ എനിക്ക് തിരിച്ച് വീണ്ടും പോകേണ്ടതുള്ളത് കൊണ്ട് ഞാൻ വന്നിട്ട് ആ ഹാളിൽ തന്നെ ഞാൻ കിടന്നങ്ങ് ഉറങ്ങാൻ വേണ്ടി കിടന്നു. ഹാളിലൊരു പായ വിരിച്ചിട്ട് ഒരു തലയെണ്ണം വെച്ചിട്ട് അവിടെ തന്നെ കിടന്നു. കാര്യം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ സമയമുള്ളൂ. ആ സമയം ഒന്ന് ഉറക്കമില്ല എങ്കിലൊന്ന് കിടക്കുക. അങ്ങനെ ഞാൻ കിടന്ന് ഇങ്ങനെ ഞാൻ പോയി ആ രൂപമൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചിട്ട് കിടന്നിട്ട് വീണ്ടും എനിക്ക് നാളെ പോകേണ്ടുന്ന കാര്യങ്ങളും എനിക്ക് ജീവിതത്തിൽ ഉയർന്നു വരണമല്ലോ, അതിനുള്ള വഴികളൊക്കെ ഇങ്ങനെ പലതും ആലോചിച്ച് നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരോ ഒരാൾ, ഞാൻ കിടക്കുകയാണ്, എൻ്റെ പാദത്തിൻ്റെ അവിടെ ഒരു രൂപം നിൽക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു ബാലനാണ്. സത്യം, ഞാൻ പൂജിക്കുന്ന അമ്മ സത്യമായി നിങ്ങളത് വിശ്വസിച്ചേ പറ്റൂ. ഒരു ബാലരൂപം നിൽക്കുന്നു. സുന്ദരനായ ഒരു ബാലൻ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് എനിക്കത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. അത്രയും ചൈതന്യമുള്ളൊരു രൂപം എന്നെ നോക്കി ചിരിച്ചുകൊണ്ടേ നിൽക്കുന്നു. അപ്പം ഞാനിങ്ങനെ കിടന്നിട്ട് കണ്ടു. ഇത് കണ്ടിട്ട് പെട്ടെന്ന് ഞാൻ ചാടി എണീറ്റപ്പെടുത്തി പിന്നെ ആ രൂപം ഞാൻ കണ്ടിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ കരിങ്കാളിയമ്മയെ ഉപാസിക്കുകയാണ്. ഒരു ഉപാസകനാണ് ഞാൻ. കരിങ്കാളിയമ്മ, ഭദ്രകാളിയമ്മ, രക്തീശ്വരമ്മ, ദുർഗാദേവി എല്ലാവരും ഞാൻ ഉപാസിക്കാറുണ്ട്. ആദ്യം ഉപാസിച്ചത് കരിങ്കാളിയമ്മയാണ്. എൻ്റെ ആ അമ്മ പോലും ഇത്രയും വ്യക്തമായ ഒരു ദർശനം എനിക്ക് ഇന്നു വരെ തന്നിട്ടില്ല. പച്ച പരമാർത്ഥമാണ്. ഇത് ഞാൻ കണ്ടതാണ്. അത് കണ്ടിട്ട് എനിക്ക് വാത്സല്യവും സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ആ രൂപത്തിനോട് എനിക്ക് തോന്നിയത്. എന്നാലും നമ്മൾ ഈ സിനിമ കാണുമ്പോഴുള്ള കോമാളി രൂപമൊന്നുമല്ല കേട്ടോ. ഒരു ദേവരൂപം തന്നെയാണ് കണ്ടത്. പക്ഷെ അതിന് ശേഷം ശർക്കര അമ്മയുടെ സഹായവും ഞാൻ പ്രതിഷ്ഠിച്ച ദേവതകളുടെ സഹായവും ഈ വിഷ്ണുമായയുടെ സഹായമൊക്കെ കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അത്യാഗ്രഹമുള്ളവർക്ക് ഇനിയും ഉയരണം എന്ന് തോന്നും. പക്ഷെ എനിക്ക് ഇത് തന്നെ എൻ്റെ ജീവിതത്തിൽ തന്ന ബോണസാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. അത്രയേറെ എനിക്ക് ഉയരാൻ സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചെറിയ കൊല്ലി ബൈക്ക് എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ ആ അന്നത്തെ യാത്ര. ഇന്ന് എനിക്ക് സ്വന്തമായിട്ട് 4 കാറുണ്ട്. ഇപ്പോൾ ഈ ഓണത്തിന് ഭീമയിൽ നിന്ന് ഒരു ഹുണ്ടായുടെ ഒരു പുതിയ മോഡൽ കാറ് അതും സമ്മാനമായി കിട്ടി. ഇതെല്ലാം ഞാൻ ചിന്തിക്കുന്നത് ദൈവം എനിക്ക് തരുന്ന ബോണസ്, എനിക്ക് തരേണ്ടതെല്ലാം തന്നു കഴിഞ്ഞു, ഇനി തരുന്ന ബോണസാണ്. അതാണ് നമ്മൾ കുഷിശാസ്താവിനെ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനെ അല്ലെങ്കിൽ വിഷ്ണുമായ ഇതെല്ലാം ഒന്ന് തന്നെയാണ് ആരാധിച്ചാൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഞാൻ നമ്മുടെ ക്ഷേത്രത്തിൽ പോയി സ്വാമിയെ കൊണ്ടു. സ്വാമി ഒരു ഫോട്ടോ എനിക്ക് തന്നു. അത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിട്ട്, അപ്പം എന്നോട് എന്നെ കൊണ്ടുപോയ ആൾ പറഞ്ഞു, അത് മാംസം കൊടുക്കണം, മദ്യം കൊടുക്കണം, ഇതൊക്കെയാണ് ആരാധന രീതി എന്ന് പറഞ്ഞു. പക്ഷേ ആ സ്വാമി എന്നോടൊന്നും പറഞ്ഞില്ല, തന്നിട്ട് വീട്ടിൽ വെച്ച് ആരാധിച്ചോളാൻ പറഞ്ഞു. ഞാനത് കൊണ്ടുവന്ന്, അപ്പം ഞാൻ ഈ കിടക്കുന്നതിന് മുന്നേ തന്നെ, ഈ വീട്ടിൽ വന്ന് കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഭഗവാനെ, ഞാൻ ഒരു 13 വർഷം അങ്ങേ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നുണ്ട്. അങ്ങേക്ക് ഞാൻ സാത്വികമായ പൂജയാണ് തന്നിട്ടുള്ളത്. അതായത് തിരുമധുരമോ വെച്ച് നേദ്യങ്ങൾ എന്തോ ആണ് തന്നിട്ടുള്ളത്. ഈ പറയുന്നതൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഞാൻ തരുന്നത് സ്വീകരിച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ആ പടം അവിടെ വെച്ചിട്ടാണ് ഞാൻ വന്ന് കിടന്നതും ഈ രൂപം ഞാൻ കണ്ടത്. അപ്പം അതിനുശേഷം ഈ രൂപം എൻ്റെ പൂജാമുറിയിൽ ഇപ്പോഴും അത് ഒരു കേടും കൂടാതെ ഞാൻ അതിനെ സംരക്ഷിക്കുന്നുണ്ട്. ഇന്നുവരെയും അതിന് ഈ പറഞ്ഞ രീതിയിലൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഞാനവിടെ പായസം വയ്ക്കുന്നു, അതായത് വെച്ച് നേദ്യം വയ്ക്കുമ്പോൾ അതിൽ ഒരു പാത്രത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ നമ്മളൊരു കുഷിശാസ്താവിനെ അല്ലെങ്കിൽ കുട്ടിച്ചാത്തനെ വിഷ്ണുമായി ആരാധിക്കുമ്പോൾ നമ്മൾ സാത്വികമായ രീതിയിൽ ആരാധിച്ചാൽ അദ്ദേഹം നമുക്ക് തരുന്നത് വളരെ ഭാഗ്യങ്ങളാണ്. ഒരിക്കലും നമ്മൾ അദ്ദേഹത്തിനെ ആക്ഷേപിക്കാതിരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മറ്റൊരു വിധത്തിൽ ഒരു ആരാധന രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക. ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ, ഈ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം അവർ 24 മണിക്കൂറും അവിടുത്തെ പോറ്റിമാരും തന്ത്രിയും ആൾക്കാരൊക്കെ 24 മണിക്കൂറും ഈ ഒരു ചിന്തയോടുകൂടി ഈ ഒരു ദേവൻ്റെ ബാക്കി കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ കൊടുക്കാം, അവർക്ക് കൊടുക്കാം.
അവരതിനുള്ള ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളും. പക്ഷേ നമ്മുടെ വീട്ടിലൊന്നും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അത് അത്ര ഗുണകരമാകില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. എൻ്റെ ഇന്നത്തെ ഉയർച്ച എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്നുള്ളൊരു വ്യക്തി ആരായിരുന്നെന്ന് എനിക്കേ അറിയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞാലേ നിങ്ങൾക്കറിയാവുള്ളൂ. അങ്ങനെ ഒരു വ്യക്തി, അതായത് ഭൂമി കുഴിച്ച് താഴെ കിടന്നൊരു വ്യക്തിയാണ് എന്ന് വേണമെങ്കിൽ ചിന്തിച്ചോളൂ. അതായിരുന്നു സത്യവും. അവിടെ നിന്നും ഇത്ര ഉയരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അത് ദൈവങ്ങളുടെ ഒരു സഹായമില്ലാതെ ഒരിക്കലും എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല, ഉയർന്നു വരാൻ പറ്റില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചത് ഈ ശിവപുത്രൻ തന്നെയാണ്. ഇദ്ദേഹം എന്ന് പറയുന്നത്, അതായത് ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ശിവന്റെ പുത്രനാണ്. ശിവന് കൂളിവാക എന്ന് പറയുന്ന ഒരു സ്ത്രീയോട് ഒരു അനുരാഗം തോന്നുകയും അത് പൂർത്തീകരിക്കുന്നതിനെ വരുമ്പോൾ ഇതറിഞ്ഞിട്ട് പാർവതി ദേവി കൂളിവാകയുടെ രൂപമെടുക്കുകയും അങ്ങനെ അതിൽ നിന്നും ജനിക്കുന്നതാണ് അതിലൊന്നാണ് ഈ വിഷ്ണുമായ എന്ന് പറയുന്ന കുട്ടിച്ചാത്തൻ ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്. അങ്ങനെ ഉള്ളൊരു അത്രയും സാത്വികമായിട്ടുള്ള മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പുത്രനാണത്. അതിനൊരിക്കലും അതിന് മറ്റൊരു ആരാധന രീതി ഉണ്ട്. പക്ഷെ അതൊക്കെ ക്ഷേത്രങ്ങളിൽ അത് നടത്തുന്ന അത്രയും വലിയ ക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ മറ്റുള്ള ക്ഷേത്രം നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവച്ചാൽ തീർച്ചയായിട്ടും മറ്റൊരു വിധത്തിൽ, അതായത് ഇത് കണക്ക് മത്സ്യമോ മാംസമോ ഒന്നും ഉപയോഗിക്കാതെ നമ്മുടെ വീടിനുള്ളിൽ നമ്മൾ മറ്റുള്ള ദേവതമാരോടൊപ്പം തന്നെ ഇരുത്തി, അതായത് മറ്റൊരു ദേവനോടൊപ്പം ഇരുത്താൻ പറ്റുമോ, വിളക്കിൻ്റെ മുമ്പിൽ വെക്കാൻ പറ്റുമോ, സരസ്വതി ദേവിയും ഗണപതിയും മഹാദേവന്റെ അടുത്ത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവരടുത്ത് ഇരിക്കാൻ ഏറ്റവും യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരുത്തുമ്പോൾ നമ്മളൊന്നും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ മഹാദേവന്റെ മുമ്പിലാണ്, അല്ലെങ്കിൽ തൊട്ടടുത്ത് വെക്കുന്നു. മഹാദേവന് നമ്മൾ ഇറച്ചിയോ മദ്യമോ കൊണ്ടുവയ്ക്കോ? ഒരിക്കലുമില്ല. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹത്തിനും അത് തന്നെ നമ്മൾ കൊടുക്കുക. പക്ഷെ നമ്മൾ എല്ലാവർക്കും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുക്കാം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെ നടത്തുക. അതിനൊരു അടിസ്ഥാനമുണ്ട്. അവർ ചെയ്യുന്നതിന് ഒരു ലോജിക്ക്, ഒരു അടിസ്ഥാനമുണ്ട്. നമ്മളെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അതിനൊരു അടിസ്ഥാനവും ഇല്ല. അത് നമ്മൾ ചെയ്യുന്ന എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ വിപരീത ഫലമാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കുട്ടിച്ചാത്തൻ എന്ന് ഒരു മലയാളത്തിൽ പറയുന്നതാണ്. ശരിക്കും അതിൻ്റെ അകത്ത് വാക്കുന്നത് കുഷിശാസ്താവ് എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രൂപത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മളാൽ പറ്റുന്ന വിധത്തിൽ സാത്വികമായ രീതിയിൽ ആരാധിച്ചാൽ അത് നമുക്ക് തരുന്നത് ഏറ്റവും ഭാഗ്യങ്ങൾ തന്നെയാണ്. മറിച്ച് അതിനെ നമ്മൾ ആക്ഷേപിച്ചാലോ, ഏത് ദൈവങ്ങൾ ആക്ഷേപിച്ചാലും നമുക്ക് അതിന് പണി കിട്ടും, അതിന് സംശയമൊന്നും വേണ്ട. അപ്പം കുട്ടിച്ചാത്തനെ ഇത്രയും ജനകീയനാക്കിയത് നവോദയ അപ്പച്ചൻ്റെ കുടുംബത്തിൽ പിറന്ന ആൾക്കാരാണ്. കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞ 3D സിനിമ പണ്ടിറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരിക്കലും ആ ഒരു ശക്തിയെ ആക്ഷേപിച്ചിട്ടില്ല. അതിൻ്റെ നന്മയെയും അതിൻ്റെ കുട്ടികളോടുള്ള കരുതലിനെ ഉയർത്തി കാണിച്ച ഒരു സിനിമയാണ്. അതോടുകൂടിയാണ് എല്ലാവർക്കും ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഈ ഒരു ശക്തിയോട് ഒരു ആരാധനയോ ഒരു വാത്സല്യമോ ഒരു ഭയമില്ലായ്മയൊക്കെ ഉണ്ടായത്. അത് വളരെ നന്നായി പോയി. അതിൽ അഭിനയിച്ചവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. പക്ഷെ അതേസമയം ചാത്തനെ ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചാത്തനെ കൊണ്ട് വളരെ മോശമായി വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്ന സിനിമ പോലും ഇറക്കിയ അതിലെ നായകന്മാർക്കോ അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ അനുഭവിക്കുന്ന വളരെ ദുരിതമാണ് അനുഭവിക്കുന്നത്. അതുപോലെ ഒരുപാട് പേര് ഇന്ന് ഈ കുട്ടിച്ചാത്തനെ ആക്ഷേപിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതിനെ വികൃതമായി ചിത്രീകരിച്ചതിൻ്റെ പേരിൽ ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് അറിയാമെന്നുള്ളതും അറിഞ്ഞുകൂടാത്തവരുമായിട്ടുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷെ മറ്റുള്ള ദേവന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുട്ടിച്ചാത്തനെ അങ്ങനെയല്ല. അത് ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്. അതായത് വന്നിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല, നിന്ദിക്കരുത്. നിന്ദിച്ചാൽ മുട്ടം പണി കിട്ടും, അതിനൊരു സംശയവും വേണ്ട. അപ്പം കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നവര് സാത്വികമായ രീതിയിൽ ആരാധിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ഭാഗ്യങ്ങൾ കിട്ടും. അതിന് പ്രധാനപ്പെട്ട 2 ക്ഷേത്രമാണ് തൃശ്ശൂരുള്ള കാനാടിക്കാവും, അതുപോലെ പെരിങ്ങോട്ടുമന. ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. ഞാനും ഇനി അടുത്ത ഒരു ദിവസം എനിക്ക് അവിടെ പോകണമെന്ന് വലിയ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. പക്ഷെ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴും എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഉടനെ പോവുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കൊരു ദോഷവുമില്ല. അവിടെ നടത്തുന്ന ആരാധന രീതികൾ അതാണ് ആവശ്യം, അതുകൊണ്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതുപോലെ നമ്മൾ ആരാധിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുക. നമ്മളാൽ പറ്റുന്ന വിധത്തിൽ സ്വാമി ആരാധിക്കൂ. സ്വാമി നിങ്ങൾക്ക് വേണ്ടുന്ന സർവ്വഭാഗ്യങ്ങളും തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കുട്ടിച്ചാത്തനെ മാത്രമെന്നല്ല, ഏത് ദേവതമാരെ ആയാലും ശരി, ദൈവങ്ങളെ, അത് അള്ളാഹുവായാലും കർത്താവായാലും ശരി, മഹാദേവനായാലും ശരി, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ അവരെ ആരാധിക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, ഗൗനിക്കണ്ട. പക്ഷെ ആക്ഷേപിക്കരുത്. കാരണം നമ്മുടെ ഇന്ന് വേറൊരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഒരു ഹാസ്യ സാമ്രാട്ട് എന്ന് പറഞ്ഞ ഒരു ആള് തന്നെ,
ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടതാണ്. അദ്ദേഹം ഒരു ക്ഷേത്രത്തിനടുത്തുകൊണ്ട് ഒരു വലിയ വീട് വെച്ചു, ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിനേക്കാളും ഉയർന്ന രീതിയിൽ. അപ്പോൾ അവിടെയുള്ള ആരോ പറഞ്ഞു എന്ന്, അങ്ങനെ വീടൊന്നും വയ്ക്കരുത്, അത് അത്ര നല്ലതല്ല, ക്ഷേത്രത്തിൻ്റെ അടുത്ത് അങ്ങനെ വീട് വെക്കുന്നത് അത് ദേവകോപം ഉണ്ടാകും, ദേവീയ കോപം ഉണ്ടാകും എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം നാവ് തുറന്നാൽ നമ്മളൊക്കെ ചിരിച്ചു മരിക്കുന്ന വിധത്തിലുള്ള കോമഡി പറയുന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ ചിരിക്കുകയും ചെയ്യും. നമ്മൾ ചിരിക്കുന്നതിനേക്കാളും ചിരിക്കും. കഴിവുള്ള കലാകാരൻ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഹാസ്യത്തിന് പ്രത്യേക വഴി വെട്ടിത്തെളിച്ച് വന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം തന്നെ അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചത്, ദേവിക്ക് വേറെ ജോലിയൊന്നുമില്ല, ദേവിക്ക് എന്തിനും എൻ്റെ വീടിൻ്റെ പൊക്കം അളക്കലാണോ ജോലി എന്നുള്ള രീതിയിൽ ആക്ഷേപ രൂപത്തിൽ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുന്നത് അത് മറ്റൊരു രൂപത്തിൽ അദ്ദേഹത്തിന് അതിനെ അവതരിപ്പിക്കാമായിരുന്നു. കാരണം ദൈവമല്ലേ, എത്രയോ കോടാനുകോടി ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ശക്തിയാണ്. എനിക്ക് അവിടെ വീട് വയ്ക്കാൻ കിട്ടിയുള്ളൂ, ഞാൻ വെച്ചു, ഞാൻ അറിവില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കും എന്ന് അദ്ദേഹത്തിന് പറഞ്ഞു ഒഴിയാമായിരുന്നു. ഈ ഒരു ആക്ഷേപ രൂപത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു കളിയാക്കുന്ന വിധത്തിൽ ആക്ഷേപിക്കരുതായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസ്ഥ, ഒരു 2 മീറ്റർ അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല, നടക്കുന്നെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം, ഇല്ലെങ്കിൽ അപ്പോഴും മുട്ടിടിച്ച് തറയിൽ വീഴും. ഈ പ്രായത്തിനിടയ്ക്ക് എത്രയോ കോടി രൂപ സമ്പാദിക്കേണ്ട ഒരു മനുഷ്യനാണ്. സമ്പാദ്യം ഉണ്ടായിരിക്കാം, പക്ഷേ ഈ സംഭവത്തിന് ശേഷം അദ്ദേഹം വളരെ വളരെ തകർന്ന് തരിപ്പണമായി, സാമ്പത്തികമായിട്ടല്ല ആരോഗ്യപരമായിട്ട് പോയി എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് വിശ്വാസമില്ലെങ്കിലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് അതൊരു ഭയപ്പാടും ഒരു പേടിയും തന്നെയാണ്. അതിനാണ് നമ്മൾ ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്നത്. അതായത് ഭയം വേണം, ഭയം വെച്ചാൽ പേടിച്ച് കുറച്ച് പനി പിടിക്കാനല്ല, ഒരു ഭയത്തോടു കൂടി നമ്മളത് കാണാറുള്ള അതിനോടൊപ്പം ഭക്തിയും ബഹുമാനവും, ഇത് 3ഉം കലർത്തി വേണം നമ്മൾ ദൈവങ്ങളെ ആരാധിക്കാൻ. ഭയഭക്തി ബഹുമാനം ഇല്ലാതെ ദൈവത്തിന് ഒരിക്കലും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല. ദൈവത്തെ ആക്ഷേപിച്ച ഒരുപാട് പേരുടെ നില ഗുരുതരം തന്നെയാണ്. എന്തിനു പറയുന്നു? ഒരു നാട് ഭരിക്കുന്ന ആ പാർട്ടിയുടെ സംവിധാനം പോലും ഇന്ന് കുഴുകുത്തി എപ്പോഴും താഴേക്ക് പോകും എന്നുള്ള ഒരു ഉറപ്പ്, ആ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കുന്നു. അവരുടെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അവർ തന്നെ ഭഗവാനെ കൊണ്ട് അടിപ്പിച്ചു എന്നുള്ളതാണ്. അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ളത്. ദൈവത്തിനോട് കളിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പുറം തിരിഞ്ഞു പോകാം, ദൈവം ഒരിക്കലും നമ്മുടെ പുറകിൽ വന്ന് നമ്മുടെ പള്ളയ്ക്ക് കുത്തൂല. പക്ഷേ ദൈവത്തിനെ ആക്ഷേപിക്കാനോ ദൈവത്തിൻ്റെ നടപടിക്രമങ്ങളെ അതിനെ നമ്മൾ വിമർശിക്കാനോ ശ്രമിക്കരുത്, ആപത്ത് തന്നെയാണ്. അതേസമയം നമ്മൾ ഗൗനിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. ഈശ്വര വിശ്വാസികളല്ലാത്ത എത്രയോ പേരെ എനിക്ക് പരിചയം, നല്ല ഉന്നത തലത്തിൽ നിൽക്കുന്നു. പക്ഷെ അവർ പറഞ്ഞ് എനിക്കതിനകത്ത് അത്ര വിശ്വാസമില്ല, പക്ഷെ ഞാൻ ആക്ഷേപിക്കാൻ പോകാറില്ല. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. എന്തിനാണ് ഇത്രയും കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന വിശ്വാസത്തെ? ഞാൻ പറഞ്ഞല്ലോ, അത് അള്ളാഹു ആയാലും ശരി, കർത്താവായാലും ശരി, മഹാദേവനായാലും ശരി, മഹാലക്ഷ്മി ആയാലും ശരി, വിശ്വാസമുള്ളവർ ആരാധിച്ചോട്ടെ. അവർക്ക് അതിൽ നിന്നും എന്തൊക്കെയോ നന്മകൾ കിട്ടുന്നു, മനോധൈര്യം കിട്ടുന്നത് കൊണ്ടാണ് അതുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു ചിന്ത ഈ ആക്ഷേപിക്കുന്നവർക്ക് ഉണ്ടാകണം. ഈ ആക്ഷേപിക്കുന്നവർ ആ ചിന്ത മാത്രം ഉണ്ടായാൽ പോരാ, ആക്ഷേപം വഴി അല്ലെങ്കിൽ ഈ ദൈവങ്ങളെ താറടിച്ച് കാണിക്കുക വഴി ഏറ്റവും നക്ഷത്രമായി നിന്നവർ പോലും മൂക്കുകുത്തി തറയിലേക്ക് വീണ സംഭവങ്ങൾ ഓർമ്മിക്കുക. അപ്പം നമ്മളിന്ന് തുടങ്ങി വെച്ചത് കുട്ടിച്ചാത്തനെ കുറിച്ചാണ്. അദ്ദേഹത്തിനെ ആരാധിക്കാം. നമ്മളാൽ പറ്റുന്ന വിധത്തിൽ സത്യമായ രീതിയിൽ ആരാധിച്ചാൽ അദ്ദേഹം തരുന്ന കണക്ക് ഭാഗ്യം നമുക്ക് ഒരിടത്തൊന്നും കിട്ടില്ല. അതിൻ്റെ ഒരു അനുഭവസ്ഥൻ ഞാൻ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ വാട്സപ്പിലേക്ക് വോയിസ് അയക്കാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ ഞാൻ അവിടെ നേരിട്ട് വന്നാൽ കണ്ട് പരിശോധിക്കുന്നതായിരിക്കും ഉത്തമം. അതിന് നിങ്ങൾ ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിൽ എവിടെ താമസിച്ചാലും വിളിച്ചോളൂ. സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിൽ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം.
അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴിയല്ല, ചിലപ്പോൾ നേരിട്ട് വന്ന് നിങ്ങൾക്ക് സംസാരിച്ച് നോക്കി പരിഹരിക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അതിന് നിങ്ങൾ തിരുവനന്തപുരം വരെ വരേണ്ടി വരും. ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കാം. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ഈ കാര്യങ്ങൾക്ക് വേണ്ടി ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മൂത്ത മകള് ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഓൺലൈൻ ബിസിനസ്സാണ്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുള്ള തുണികൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള തുണികൾ തയ്ച്ച് കൊറിയറിൽ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ്. കുറച്ച് വിപുലമായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കാണിക്കുന്ന ഈ സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുക. ഇതിനകത്ത് ഒരുപാട് മോഡലുകൾ കാണിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഓർഡർ തരണം. ഒരുപാട് പേര് ഞങ്ങൾക്ക് ഓർഡർ തരുന്നുണ്ട്. നിങ്ങളും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കണം. അത് കൊറിയറിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അയച്ചു തരും. വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ, അത് ഡിസൈനിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഓർഡർ തന്ന് ഞങ്ങളെ സഹായിക്കുക.